മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കും ഒട്ടില്ല താനും. നമസ്കാരം. ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്രാവശ്യത്തെ ഓണം ആർക്കും ഒരു ആപത്തുമില്ലാതെ ഒരുപാട് സന്തോഷത്തോടെ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദി ഫിലിംസിലൂടെ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം താജിക്കയാണ്. മാപ്പിളപ്പാട്ടിലൂടെ മലയാളികളുടെ മനം കവർന്ന ചാന്ദിനി വേണ്ട ഞാൻ എന്നെ പരിചയപ്പെടുത്താം. കാരണം ചാന്ദിനി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ കുറേ ഓവറായിട്ട് സംസാരിച്ചു തരാം. എല്ലാ സ്നേഹം നിറഞ്ഞ സന്മനസ്സുകളായ എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. പിന്നെ ഇത് പ്രിയപ്പെട്ട ചാന്ദിനി ഒരുപാട് ഷോർട്ട് ഫിലിംസൊക്കെ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ കൂടിയാണ്. ഇനി ചാന്ദിനി എന്താണ് എന്നോട് ചോദിക്കാൻ പോകുന്നത്, എന്താണ് നിങ്ങളെ അറിയിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനും ചാന്ദിനിയെ നിങ്ങൾക്ക് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യണം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓണാശംസകൾ ആദ്യം തന്നെ നേടിയാണ്. 2 വർഷത്തിന് ശേഷം കിട്ടിയൊരു ഓണമാണ്. കൊറോണ പ്രളയം ഇതൊക്കെ കഴിഞ്ഞിട്ട് വലിയ പ്രശ്നമില്ലാതെ കിട്ടിയൊരു ഓണമാണ് എന്ന് വിചാരിക്കുന്നു. അത് ചാന്ദിനി പറഞ്ഞല്ലോ, ദൈവാനുഗ്രഹത്താൽ ഒരു വിഷമമില്ലാത്ത ഓണമാവട്ടെ ഇത്തവണത്തെ ഓണം. തീർച്ചയായിട്ടും ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് താജിക്ക് ഒരു പാട്ട് പാടണം. ഞാൻ എന്തായാലും ഒരു ഓണത്തോടനുബന്ധിച്ചുള്ളൊരു വരികളുള്ള പാട്ട് പാടാം. എനിക്ക് ശരിക്കും അതിൻ്റെ ട്യൂണ് കൺഫേം അല്ല, എങ്കിലും എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ്. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകൾ മേയും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. നല്ലൊരു പാട്ടാണ്. ഈ പാട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു മലയാളികളുടെ മനസ്സിലൂടെയും ഫസ്റ്റ് കടന്നു പോവുക അവരുടെ ആ നിൽക്കുന്ന സ്പേസിൽ നിന്നും ഒരുപാട് പുറകിലേക്കായിരിക്കും ആളുകളുടെ മനസ്സ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളുണ്ടാവും, ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളുണ്ടാവും, വേദനിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ എല്ലാ രീതിയിലും പല രീതിയിലുള്ള ഓർമ്മകളിലേക്കും കടന്നു പോകാൻ പറ്റിയൊരു നല്ലൊരു പാട്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് പാടിയിരിക്കുന്നത്. ആ പാട്ട് പാടുമ്പോൾ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. ആ ഫീല് ആ പാട്ട് എന്നല്ല, ഈ ഓണം എന്ന് പറയുമ്പോൾ തന്നെ ശരിക്ക് നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് ഓരോ വയസ്സ് കൂടെയാണ്. ശരിക്കും ഓരോ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മളെ ഓരോ നമ്മളെ അവസാനത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെ അടുപ്പമാണ് ആഘോഷിക്കുന്നത്. നമ്മളൊക്കെ എൻ്റെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അവസാനത്തിൻ്റെ അടുപ്പത്തെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ വർഷം കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുക എൻ്റെ അറക്കിലാട് JB സ്കൂൾ, ഞാൻ പഠിച്ച 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ച വടകര വീരഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ഒരു കാലം ഇനി കിട്ടുമോ, ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല. കാരണം ഇന്നത്തെ നമ്മുടെ നമ്മളൊക്കെ ഒരു യാത്രയിൽ കാറിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴുള്ള സ്കൂളിലേക്കുള്ള കുട്ടികളെ കൊണ്ടുപോകുന്നത് നമ്മുടെ കോഴികളെ കൊണ്ടുപോകുന്നത്, കൂട്ടിലിട്ട് കോഴികളെ കൊണ്ടുപോകുന്നവരെ ഏതൊരു വലിയ സ്കൂൾ ബസ്സിലൊക്കെ കൊണ്ടുപോകുമ്പോൾ, അന്നത്തത് ഞാനൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു സുഖത്തിൻ്റെയും അവസാന കാലത്തുള്ള അനുഭവിച്ച ഭാഗ്യവാന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾപ്പെട്ട അവസാന കാലഘട്ടത്തിലെ ആൾക്കാരായിരിക്കും ഞാനൊക്കെ. കാരണം സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഏതെങ്കിലും കാവുന്നോ അല്ലെങ്കിൽ കുളത്തുനിന്നൊക്കെ വരുന്ന ചെറിയ വെള്ളം ഒഴുക്കുണ്ടാവും, അവിടെ നിന്ന് മീൻ പിടിക്കുക, സ്കൂൾ ബാഗും ബുക്കൊക്കെ എവിടെയെങ്കിലും വെക്കുക, അവിടെ നിന്ന് കൂട്ടുകാരോടൊക്കെ കുറച്ച് കൈകൊണ്ട് തന്നെ മീൻ ഒഴുക്കിലുണ്ടാവും, അതിനെ പിടിച്ച കുപ്പിയിലാക്കുക, വീട്ടിൽ കൊണ്ടുപോവുക. അതുകൂടാതെ ഈ ഓണക്കാലത്ത് ഏറ്റവും വലിയ സുഖം, സന്തോഷം, ഒരുപാട് കൂട്ടുകാരുണ്ട്, എണ്ണിയാൽ തീരില്ല, അത്രയും കൂട്ടുകാരുണ്ട്. പക്ഷേ ഈ ക്ലാസ്സിലെ കുട്ടികൾ, ഞാൻ, ശ്രീജിത്ത്, സജീഷ്, ഷീജ, ഷൈനി, ഗീത, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ രഞ്ജിത്ത്, സജീവൻ, സജീഷ്, ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി ഞങ്ങൾ സ്കൂളിൻ്റെ ബാക്ക് പ്രദേശം. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കൂടുതൽ അടുപ്പാണ് അവർ. ഈ നമ്മുടെ സോഷ്യൽ മീഡിയ, ഈ വാട്സപ്പൊക്കെ വന്നതിൻ്റെ ശേഷം അവരൊക്കെ എൻ്റെ വിശേഷങ്ങളും ഫേസ്ബുക്കിലൊക്കെ കണ്ടാൽ വിളിക്കും, സന്തോഷം അറിയിക്കും, പ്രോത്സാഹനം നൽകും. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സ്കൂളിൻ്റെ ബാക്കിലായിട്ടാണ് കുറച്ച് വയലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ.
കൂറ്റാരിത്താഴ എന്നൊക്കെ പറയും. അവിടെയൊക്കെ പോയി ഈ തുമ്പപ്പൂവൊക്കെ പറിക്കും. അതും വീട്ടുകാരറിയാതെയാണ് പോവുക. ചില സ്ഥലങ്ങളിൽ ഈ കാപ്പ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. വയലിൽ കുറച്ച് വെള്ളം, കുറച്ച് ആഴമുള്ള പ്രദേശമൊക്കെ ഉണ്ടാവും. നീന്തം അറിയാത്ത ഞങ്ങൾ ചെറിയ മക്കളൊക്കെ ആ ഏരിയയിലൊക്കെ പോയി പൂ പറിക്കും, പിന്നെ ആമ്പൽ പറിക്കും. ഇതൊക്കെ കൊണ്ടുവന്ന് ഒരാവശ്യമുണ്ടല്ലോ, ഞങ്ങൾ തന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ വീട്ടിൽ പിന്നെ പൂക്കളം സൃഷ്ടിക്കും. ആ ഒരു കാലം, ആ കാലത്തെ രക്ഷിതാക്കൾ മക്കൾ എവിടെ പോകുന്നതിനും വലിങ്ങനധികം ശ്രദ്ധ കൊടുക്കില്ല. കാരണം അവർ പോകും വരും. ഇന്നത്തെ കാലഘട്ടം മാറി, മക്കളെ വീട്ടിൽ നിന്ന് പുറത്തയക്കാൻ പേടിയാണ്. അപ്പോൾ വലിയൊരു അന്തരം ഞാനൊക്കെ പഠിക്കുന്ന സമയവും ഈ സമയമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജന്മമല്ലുള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ ഈ ഓണം ഇങ്ങനെയുള്ള സന്തോഷകരമായ നാൾ വരുമ്പോൾ കൂട്ടുകാരികളൊക്കെ ഓർക്കുമ്പോൾ അതിലേക്ക് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇന്ന് താജിഖാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പലരും ആവശ്യപ്പെട്ടൊരു ചോദ്യമാണ് കേട്ടോ, പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ ഗൾബാണ് ഫാത്തിമ പറഞ്ഞ പാട്ടുണ്ട്, ആൽബം ഉണ്ടല്ലോ, ആ ഫാത്തിമ എന്ന് പറഞ്ഞ കഥാപാത്രം മനസ്സിൽ സങ്കല്പമാണോ അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു കഥാപാത്രമാണോ? അല്ല, ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിലൊക്കെ അത് പറഞ്ഞതാണ്. കാരണം പിന്നീട് എനിക്ക് തന്നെ തോന്നി അത് പറയുന്നത് ശരിയല്ലെന്ന്. പക്ഷേ ഗൾബാണ് ഫാത്തിമ എന്ന് പറഞ്ഞൊരു ആൽബം എല്ലാ അർത്ഥത്തിലും എൻ്റെ ജീവനുമായിട്ട് ഒരുപാട് ബന്ധമുള്ളൊരു വർക്കാണത്. നമ്മളിപ്പോൾ ലോട്ടറി അടിക്കാമെന്നൊക്കെ പറയുന്നില്ല, പക്ഷെ ആ ഒരു ഫാത്തിമ എന്ന് പറഞ്ഞ ലോട്ടറി എനിക്ക് പഠിച്ചുകൊണ്ട് തന്നു. അത് കൂടാതെ ആ പാട്ടിലെ 8 പാട്ടിലെ എല്ലാ പാട്ടിലും ഒരു ആത്മാംശമുണ്ട്. എൻ്റെ ജീവിതമായിട്ട് ഒരു ബന്ധമുണ്ട്. പിന്നെ ആ കുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒന്നും പറയാറില്ല. കാരണം അത് വേറൊന്നും പറയണ്ട, ആ ഒരു കഥാപാത്രം മനസ്സിൽ സങ്കല്പമല്ല, റിയൽ ലൈഫിലൂടെ പോയ ഒരു ഫാത്തിമയാണോ അല്ലേ എന്നുള്ളത്. റിയൽ ലൈഫായിരുന്നു, തീർച്ചയായിട്ടും റിയൽ ലൈഫ്. ഞാൻ ഫാത്തിമ എന്ന് പേരിട്ടിട്ടുണ്ടെന്നല്ലോ, പേരിട്ടുന്നുള്ളൂ, പക്ഷെ കഥാപാത്രത്തിന്റെ പേര് വേറെയാണ്. വേറെയാണ്. പിന്നെ ഈ ഗൾബാണ് ഫാത്തിമ ദിൽഹൈ ഫാത്തിമയ്ക്കുള്ള ഒരു എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു തുടക്കം? അത് ഞാനുമായിട്ടൊരു സത്യത്തിലൊരു ബന്ധമില്ല. കാരണം അത് ഈ ഗൾബാണ് ഫാത്തിമ ഹിറ്റായപ്പോൾ ഇന്ന് മില്ലേനിയം ഓഡിയോസിലുള്ള മുഹമ്മദ് മായയുടെ എന്ന് പറഞ്ഞ മുഹമ്മദ് കണ്ട്, അദ്ദേഹം ഒരുപാട് വർക്കുകൾ ചെയ്തതും ചെയ്യിപ്പിച്ച ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആണ് ശരിക്ക് ഈ ഒരു മലയാളം ഹിന്ദി മിക്സഡ് ഒരു റീമിക്സ് പാട്ട് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെതായിരുന്നു ആദ്യമായിട്ട് മനസ്സിൽ വന്നൊരു ഐഡിയ. അത് പിന്നീട് ജലാൽ മാക്ന, ഷാഫി കൊല്ലം, ഞാനടക്കമുള്ള ഒരു ടീം വർക്കായിട്ട് മാറി. ശരിക്കും പിന്നെ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, എൻ്റെ ഒരു അനുജന് തുല്യം തന്നെയാണ്. പിന്നെ അവനോട് എനിക്ക് ഒരുപാട് ബഹുമാനമാണ് മറ്റു പല കാര്യങ്ങളിലും. എനിക്ക് പാട്ട് പാടുന്നതിലോ അല്ലെങ്കിൽ അഭിനയിക്കുന്നതിലോ മറ്റുള്ള കാര്യങ്ങളിലൊന്നുമില്ല. എനിക്ക് അവൻ്റെ രചനയോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വലിയ പ്രായമൊന്നും ആയിട്ടില്ല, പല ചെറുപ്പക്കാരനാണ്. പക്ഷേ വലിയ ഈ മാപ്പിളപ്പാടിൻ്റെ ഫീൽഡിലുള്ള തലമുതിർന്ന നല്ല കഴിവുള്ള കലാകാരന്മാരോ പോലെ തന്നെ അവരോളം എത്തിച്ചേരുന്ന നല്ല സ്ഥായിയായിട്ടുള്ള നല്ല ഗാംഭീര്യമുള്ള അർത്ഥമുള്ള വരികൾ എഴുതുന്ന കാര്യത്തിൽ എനിക്ക് ഷാഫിയോട് ഭയങ്കര ബഹുമാനം. ഒരുമിച്ചുള്ളൊരു വർക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ഇല്ല, ഞങ്ങൾ യാദൃശ്യമായിട്ട് രണ്ടുപേരും വർക്ക് ചെയ്യാതെ അങ്ങനെ ആയിപ്പോകുന്നതേ ഉള്ളൂ. ആസ്ഥാനത്ത് സ്റ്റേജിൽ ഇപ്പോൾ ഈ സമയത്ത് പോലും വിദേശത്ത് തന്നെ ഞങ്ങളൊരുപാട് 4-5 വേദികൾ പങ്കിട്ടു ഒന്നായിട്ട്. പിന്നെ ഷാഫി കൊല്ലം എന്ന് പറയുന്ന ഒരു ലേബിളിൽ നടക്കുന്ന പരിപാടിയാണെങ്കിൽ ഷാഫി കൊല്ലം വേറെ തന്നെ ഒരു കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ സിംഗർ ലെവലിൽ അവിടെ നിൽക്കും. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പോൾ അദ്ദേഹം നല്ല പോപ്പുലാരിറ്റി ഉള്ള ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ. അപ്പോൾ അതിൻ്റെ ശേഷവും ഞാനുള്ള വേദികളിൽ എൻ്റെ കൂടെ അല്ല ഷാഫിയുടെ കൂടെ ഞാനുണ്ടാകുമ്പോൾ അന്ന് തന്ന അതേ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനം എപ്പോഴും അന്നും ഇന്നും പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഷാഫി കുറച്ചെങ്കിലും ഒന്ന് പിന്നെ ഒതുക്കത്തിൽ താജുക്കാൻ എടുത്തുണ്ട്. ഞാൻ പറഞ്ഞാൽ അതെന്താണ് എനിക്കറിയില്ല. തുടക്കം മുതലേയുള്ള അവൻ്റെ മാനസിക തല ഇന്നും എന്നോട് കാണിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പേഴ്സണലായിട്ട് വേദിയിലും അല്ലാത്ത സമയം ഞങ്ങൾ ഇപ്പോൾ റൂമിലിരിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ആരും വിശ്വസിക്കില്ല ഞങ്ങൾ തമ്മിലുള്ള തമാശയും ഞങ്ങൾ തമ്മിലുള്ള കളിയും ചിരിയും ഇവരിങ്ങനെയാണോന്ന്. പുറമേയുള്ള പല ആൾക്കാരും വിചാരിക്കും. ഇപ്പം നിങ്ങൾ തന്നെ ചോദിച്ചു ഷാഫി കൊല്ലമായിട്ട് അഭിനയിക്കാറില്ല, ഇപ്പോൾ എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല. അവൻ്റെ എന്ത് വിശേഷങ്ങളും ഒരുപക്ഷെ ആദ്യം അറിയിക്കുക തന്നെയായിരിക്കും. അപ്പോൾ ഈ ദിൽഹൈ ഫാത്തിമ എന്നുള്ളത് ഷാഫി കൊല്ലത്തിൻ്റെയും താജിക്കിൻ്റെയും കൂടെ ഒരു എന്താ പറയുക അല്ല അത് സത്യത്തിൽ അതിൻ്റെ മേക്കിംഗ് പൊസിഷനുള്ള ആൾക്കാരുടെ സൃഷ്ടിയാണത്.
അതിൽ ഷാഫിക്ക് ഹിന്ദി വരിയൊക്കെ എഴുതുന്നതിൽ പങ്കുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഷാഫിയുടെ ദിൽഹെ ഫാത്തിമയാണ് എൻ്റെ കൽബാണ് ഫാത്തിമ പോലെ ഷാഫിക്ക് വേറൊരു ലെവൽ ഒരു 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 ജനങ്ങളിൽ അതും കൽബാണ് ഫാത്തിമ എന്നുള്ള വരി ഹിന്ദി ദിൽഹെ ഫാത്തിമ, അതും ഫാത്തിമയായിട്ട് എൻ്റെ ഫാത്തിമയായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ കലാജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും എനിക്കൊരിക്കലും ഷാഫി കൊല്ലം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ മറക്കാന്നല്ല, മാറ്റി നിർത്താൻ പറ്റില്ല. ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. താജുദ്ദീനെ ഓർക്കുകയാണെങ്കിൽ ഒപ്പം ഷാഫി കൊല്ലത്തിനെ ഓർക്കും, ഷാഫി കൊല്ലത്തിനെ ഓർക്കും, അതേ സമയത്ത് താജുദ്ദീനെ ഓർക്കും. നിങ്ങളുണ്ടോ ഒരു പ്രത്യേക തരം? അല്ല, അതല്ല, അങ്ങനെയല്ല. അവനും അവൻ്റെതായിട്ടുള്ള വഴിക്ക് ഞാൻ കൽബാണ് ഫാത്തിമ പാടുന്നതിന് മുമ്പ് വേറെ ആൽബത്തിൽ പാടിയിട്ടുണ്ട്. ദിൽഹെ ഫാത്തിമ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫാത്തിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ല, ഒരുപാട് ഇപ്പോൾ സലീം കൂടത്തൂരായിക്കോട്ടെ, അഫ്സൽക്കായിക്കോട്ടെ, അൻവർ സാദത്ത് ആയിക്കോട്ടെ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ആബിദ് കണ്ണൂർ, അത്തു, ഇവരോടൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനും ഷാഫിയും തമ്മിലുള്ള ഒരുപാട് വർക്കുണ്ട്. ഞങ്ങൾ ഒന്നായിട്ട് കിടക്കുക, ഉറങ്ങുക, റൂമിൽ നിന്ന് വർക്ക് ചെയ്യുക, റൂമിൽ നിന്ന് സംസാരിക്കുക, പാട്ടിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അങ്ങനെ ഞങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് കുറേ അങ്ങനെ മറ്റുള്ള ആർട്ടിസ്റ്റുകളോട് ഞാൻ ചെയ്തിട്ടില്ല. ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടും കൂടി പാടാം. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ എന്നുള്ള പാട്ട് മലയാളികളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉള്ളൊരു പാട്ടാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാനും ഷാഫി കൊല്ലം, ആശീർവാദകരൊക്കെ ചേർന്ന വർക്കിൽ MG സാറാണ് നമ്മുടെ പ്രിയപ്പെട്ട, എനിക്കൊരുപാട് ഇഷ്ടമുള്ള, ആരെ അനുകരിക്കാതെ ഫീൽഡിൽ അന്നും ഇന്നും സ്വന്തമായൊരു ശൈലിയിൽ പാടി ഇന്നും നിലനിൽക്കുന്നൊരു ഗായകനാണ് MG സാറ്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ചെറിയ താരങ്ങൾ മ്യൂസിക് ചെയ്ത പാട്ടാണ് അദ്ദേഹം കത്തി നിൽക്കുന്ന സമയത്ത് വന്ന് പാടിയത്. അതുമാത്രമല്ല, സുനിത എന്ന് പറയുന്ന അന്നത്തെ ആൽബം ഇടയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള, അതായത് ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെ കൂട്ടത്തിൽ ആൽബം താരമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒന്നായിട്ട് അഭിനയിച്ചത്. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ, ഞാൻ കൂട്ടിവച്ച കൂട്ടിൽ നീ ഇണയായി കൂടുമോ, നീ എൻ സഖിയായി ചേരുമോ. അല്ല, എനിക്ക് സത്യം പറയാം, ഞാൻ ആ സമയത്തൊക്കെ നല്ല തടിയായിരുന്നു. ആ വർക്കിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇങ്ങനത്തെ സമയങ്ങളിൽ അതൊക്കെ പറയാൻ പറ്റും. വേറൊരു വർക്ക് ഷൂട്ടിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക് ഉണ്ടാവുമല്ലോ, ഭക്ഷണം കഴിക്കാനും മറ്റേ, അതിനിടയിൽ എന്തെങ്കിലും കോസ്റ്റ്യൂം ഇട്ട് തന്നിട്ട് സുനിതയും ഞാനും വേറൊരു വർക്ക് നടക്കുന്നതിനിടയിൽ ഗുണ്ടൽപേട്ടയിൽ നിന്ന് സജിയേട്ടനും ടീമും ചെയ്തൊരു വർക്കായിരുന്നു. പക്ഷേ ഏറ്റവും നല്ല വിഷ്വലായിട്ട് മാറിയത്. ചാന്ദിനി ഒരുപാട് നേരമായില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു, കുറേ നേരം ഇരുന്ന് സംസാരിക്കും. ഈ സ്ഥലം ഏതാണെന്നറിയോ? ഇത് വടകര പയ്യോൾ ഇരിങ്ങൽ കോട്ടക്കൽ കുഞ്ഞാലിമരക്കാര നാടാണ്. അപ്പോൾ ഇരിങ്ങൽ കോട്ടക്കൽ ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഏഷ്യയിലെ 2ാം സ്ഥാനമാണ് ഈ ഒരു സ്ഥാപനത്തിന്. അപ്പോൾ ഇത് ചരിത്രം ഉറങ്ങിയെടുക്കുന്നൊരു നാടാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ, ഇത് കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്ന നമ്മുടെ മഹാനായുള്ള ചരിത്ര പുരുഷൻ്റെ നാടാണ്. ആ പാറക്കെട്ടൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു പീറ്റത്തെങ്ങോളം ഹൈറ്റുള്ള ഒരു പാറക്കെട്ടായിരുന്നു അത്. അവിടെ അതിൻ്റെ മേലെ നിന്നുകൊണ്ടായിരുന്നു അന്ന് പറങ്കിപ്പട്ടാളൊക്കെ വരുമ്പോൾ. ഇപ്പം എനിക്ക് ഓർമ്മ, ഒരു പാട്ട് പാടിത്തട്ടെ ഞാൻ, ഈ ഒരു പ്രദേശമായിട്ട് ബന്ധമുള്ള പാട്ടാണ്. താരാട്ടുപാടും മുരാട്ടുപുഴയിൽ നീരാട്ടിനിറങ്ങിയ കാറ്റേ, കുറുഞ്ഞാലിക്കാറ്റേ, കുടവേന്തിക്കാറ്റേ, കുറ്റ്യാടിമലയിലെ കാറ്റേ, കുറ്റ്യാടിമലയിലെ കാറ്റ്. ഞാനിപ്പോൾ പാടിയത് ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു നാടൻ ശൈലിയുള്ള മ്യൂസിക് ആയിരുന്നെങ്കിൽ ആ പാട്ടിൽ തന്നെ വേറൊരു വരി വരുന്നുണ്ട്. പറങ്കിപ്പട്ടാളത്തിനെ പറ പറപ്പിച്ച വീരൻകുഞ്ഞാലിയുടെ നാട്, പറങ്കിപ്പട്ടാളത്തിനെ പറപ്പിച്ച വീരൻകുഞ്ഞാലിയുടെ നാട്. ഈ തച്ചോളിയോധനൻ, ലോകനാർക്കാവ്, കുഞ്ഞാലിമരക്കാർ ഒക്കെ നിറഞ്ഞ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണിലാണ് ഞാനും ജീവിക്കുന്നത്. ഉപ്പയാണ് കലാകാരൻ. ഞാൻ അദ്ദേഹത്തിന് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങൾ അതൊക്കെ എനിക്ക് ഇങ്ങനെ ദൈവം തന്നിട്ട് ഈ അവസ്ഥ പോലും സത്യം പറയാം ആ ഉപ്പയുടെ അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ ഫസൽ ഒരുപാട് സ്നേഹമുള്ള ഫർഹാന എന്നുള്ള പാട്ട്, അതുപോലെ ഷാഫി കൊല്ലം പാടിയ പാട്ട്, ഷെരീഫ് പാടിയ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, സംഗീതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രവാസിയാണ്, ബഹ്റൈനിൽ പോലീസിലാണ്.
ഉമ്മയില്ല ഉപ്പയില്ല. ഉമ്മ എൻ്റെ 22ാമത്തെ വയസ്സിൽ മരിച്ചു. പിന്നെ ഉപ്പ മരിച്ചിട്ട് 3ാമത്തെ വർഷമാണ്. പിന്നെ ഉമ്മയും അത്യാവശ്യം പാട്ടുകൾ പാടി തരാറുണ്ടായിരുന്നു. ഉമ്മ പാടിത്തരുന്നൊരു പാട്ടുണ്ട്. ഞങ്ങൾ കടലോരത്താണ് ജനിച്ചത്, തീരപ്രദേശത്താണ്. അപ്പോൾ അന്ന് ഫാദർ എൻ്റെ ഉപ്പ പാടുന്നൊരു പാട്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഓർമ്മയില്ല, ചെറിയ വയസ്സിൽ കേട്ടതാണ്. ഈ കാലാവസ്ഥയൊക്കെ മോശമായി കഴിഞ്ഞാൽ ഈ കടലിൽ പോയ രക്ഷിതാക്കൾ തിരിച്ചു വരാനൊക്കെ വൈകും. ആ ഒരു ടെൻഷനോട് കൂടിയുള്ളൊരു പാട്ടിൽ ഒരു വീട്ടിലെ മോള് പാടുന്ന പാട്ടാണ്. നേരം സുബഹിക്കേ നീട്ടെൻ്റെ ബാപ്പായുള്ളവർ ബഹറിൻ്റെ മീതെ വല വീശാൻ പോയി. നേരം മഗ്‌രിബ് സമയം കഴിഞ്ഞിട്ടും എൻ്റെ ബാപ്പായുള്ളവരെ കാണുന്നത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷേ ഉമ്മ പാടിത്തരുമ്പോൾ എനിക്കത് കരച്ചിൽ വരും. കാരണം ഉമ്മയുടെ ഉപ്പ കടലുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഉപ്പാവ ഞാൻ ചെറുപ്പത്തിലാണ്, പക്ഷേ ഉപ്പാവാക്ക് അന്നേരം നല്ല പ്രായമുണ്ട്. പക്ഷേ ആ ആരോഗ്യമുള്ള മനുഷ്യന്മാരൊന്നും ഇപ്പോഴൊന്നും കാണാറില്ല. നമ്മളെ കൈയൊക്കെ പിടിച്ച് കുറച്ച് കാഴ്ചക്കുറവുണ്ട് ഉപ്പാവാക്ക്. ആ ശരിക്ക് ഇപ്പം നമ്മളെ മനസ്സിൽ ആ പവറൊന്നും ഇപ്പോഴുള്ള സാധാരണ ജിമ്മിന് പോകുന്ന ആൾക്കാർക്ക് പോലും ഉണ്ടാവില്ല. അത്ര ആരോഗ്യമുള്ള അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണല്ലേ? ജീവിതം തന്നെ ഒരു അഭിനയമല്ലേ? സത്യം പറയാം, അഭിനയമോഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആൽബം മീഡിയയിൽ ഉള്ള ഇന്നത്തെ എന്നെ പോലെയുള്ള പാട്ടുകാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സിനിമയിൽ പോയ ഒരാൾ ഞാനായിരിക്കും. ഞാൻ അന്ന് കിട്ടുന്ന പൈസ എടുത്ത് ബസ് കയറി സിനിമാ വീക്കിലികളിലും ഒക്കെ ഈ ലൊക്കേഷൻ റിപ്പോർട്ട് നോക്കും. എന്നിട്ട് ഞാൻ സിനിമാ ഫീൽഡിലൊക്കെ ഓരോ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഓരോ ഒരുപാട് പടത്തിൽ. പക്ഷേ പടം റിലീസായി കഴിഞ്ഞാൽ എന്നെ കാണൂല. അത് അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ, കണ്ണൂർ, പൂനിലാമഴ, അസുരവംശം. അതിനുശേഷം പിന്നെ അഭിനയിക്കാനൊക്കെ ആരുടെങ്കിലും അവസരം ചോദിച്ചിട്ടുണ്ടായിരുന്നോ? മലയാള സിനിമയിൽ ഒരുപാട് പരിചയക്കാരൊക്കെ ഉണ്ടായില്ലേ? ആ പരിചയത്തിലൂടെ എനിക്ക് ഈ ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മൾ കാണാനും കേൾക്കാനും അടുത്തിരിക്കാനും സംസാരിക്കാനൊക്കെ കൊതിച്ചിരുന്ന ഒരുപാട് വലിയ വലിയ താരങ്ങളുണ്ട്. അത് സംവിധായകരായാലും അഭിനേതാക്കളായാലും മറ്റുള്ള ഫിലിം ഫീൽഡിലെ പല മേഖലകളിലുള്ള ആൾക്കാരായാലും. പക്ഷേ അവരൊക്കെ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ അടുത്ത ബന്ധങ്ങളായി മാറിയപ്പോൾ നമ്മളത് എന്തെങ്കിലും ഒരു അവസരങ്ങൾ ചോദിച്ചിട്ട് അവർക്ക് അത് തരാൻ പറ്റിയില്ലെങ്കിൽ അവർക്കൊരു വിഷമമായിരിക്കും. അതിലേറെ എനിക്കും വിഷമമുണ്ടാവും. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കാറുണ്ട്. അതിലെനിക്ക് എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട നാദൃഷ്ക എന്ന് പറയുന്നത്, എനിക്ക് സത്യം പറയാം, ഞാൻ വെറുതെ പറയുന്നില്ല, എനിക്ക് ഫീൽഡിലുള്ള ഒരാളല്ല, എൻ്റെ സ്വന്തം ഉമ്മ പ്രസവിച്ച എൻ്റെ സഹോദരന് തുല്യ. കാരണം അത്രയും ഞാനായിട്ട് ബന്ധമാണ്. ഇപ്പോൾ അടുത്ത് എനിക്ക് വല്ലാതെ ഫീലായത് നാദൃഷ്കയുടെ ഒരു വീഡിയോ ചെറിയൊരു ഭാഗം ഇൻസ്റ്റയിലോ ഏതിലോ കണ്ടു. അത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ നാദൃഷ്കയോട് ഈ അഭിനയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നാദൃഷ്ക എന്നവർ കലാകാരൻ പറയുന്നൊരു വാക്ക് അത് ശരിക്ക് മനസ്സിൽ തട്ടിപ്പോയി. അദ്ദേഹം പറയുന്നത്, ഞാനെന്ന ഒരു സിനിമ ഭ്രാന്തന് അല്ലെ സിനിമാ മോഹിക്ക് എനിക്ക് ചിലപ്പോൾ ഫിലിം ഫീൽഡിലൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ടാവാം, അല്ലെ ഞാൻ തന്നെ ചിലപ്പോൾ ക്രിയേഷൻ ചെയ്യുന്ന വർക്കുകളുണ്ടാവാം, അതൊന്നും ഇല്ലാതിരിക്കാം, അല്ലെ സിനിമാ ഫീൽഡിൽ ആരും എന്നെ ഒരു ചേർത്തുവെപ്പ് നടത്താതിരിക്കാം, എനിക്കൊന്നും എവിടെ എത്തിപ്പെടാൻ പറ്റില്ല എന്ന് വരിക്കാം. പക്ഷേ എങ്കിലും എൻ്റെ സിനിമാ ഭ്രാന്ത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതദേഹം, എൻ്റെ ഡെഡ് ബോഡി പോലും ഏതെങ്കിലും ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു മൃതദേഹത്തിൻ്റെ സീന്, ഒരു മൃതദേഹം വെച്ചുള്ളൊരു സീനുണ്ടെങ്കിൽ ആ മൃതദേഹമായിട്ടെങ്കിലും എന്നെ ആരെങ്കിലും സിനിമയിലേക്ക് വിളിക്കട്ടെ എന്ന് ഞാൻ കൊതിക്കും. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ നാദൃഷ്കനെ വിളിച്ചു, പക്ഷേ കിട്ടിയില്ല. ഞാൻ മെസ്സേജ് അയച്ചു. ആ ഒരു വാക്ക് സത്യത്തിൽ ഞാൻ നാദൃഷ്കയോട് അങ്ങോട്ട് പറയാൻ വിചാരിച്ചാണ്. ശരിക്കുള്ള ഒരു കലാകാരൻ്റെ തുറന്ന പറച്ചിൽ, ആഗ്രഹം, അതിനുള്ള ഡെഡിക്കേഷൻ. ഒരുപക്ഷെ നാദൃഷ്ക ഇന്ന് മിമിക്രി ലോകത്തു നിന്നും മലയാള സിനിമയിലെ ഹിറ്റ് സിനിമകൾ ചെയ്ത സംവിധായകരുടെ കൂട്ടത്തിൽപ്പെടുത്തുന്ന പേരിലേക്ക് എത്തിപ്പെട്ടത് ആ ഒരു ഭ്രാന്ത് തന്നെയായിരിക്കും, ആ ഒരു ആത്മാർത്ഥത തന്നെയായിരിക്കും. അതുപോലെ ഞാൻ ചാന്ദിനി എന്ന് പറയുന്ന ഡയറക്ടറോടും എന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹദിയോടും പറയാണ്, എനിക്കും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഭ്രാന്ത്. എൻ്റെ കലാജീവിതം, ഞാൻ 2 തവണ ഗൾഫിൽ പോയിരുന്നു. 2 തവണയും ഞാൻ എൻ്റെ ഈ ഭ്രാന്ത് കൊണ്ട് തിരിച്ചു വന്ന ആളാണ്. ക്യാൻസലായിട്ട് ഫാത്തിമ പാടുന്നതിന് മുമ്പ്. ഞാൻ പറഞ്ഞില്ല, ഫാത്തിമ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന, പടച്ചോൻ തന്ന ലോട്ടറി തന്നെയാണ്. നിങ്ങൾ ഇപ്പം എന്നെ പഴയ താജുദ്ദീനാണെങ്കിൽ എനിക്കിങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും യോഗം ഉണ്ടാവും. എല്ലാം നൽകിയത് പടച്ചോൻ ഫാത്തിമയിൽ കൂടി തന്നെ. അത് ഉണ്ടാക്കിയ ഒരു ഓളം ചെറുതല്ല.
കേരളക്കാരെ മൊത്തം ഇതുവരെ ആരും എടുത്തു ആ ടൈമിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സമയത്ത് ആ പാട്ട് പാടാത്ത ഒരു ചെറിയ കുട്ടി പോലും ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും അല്ല, അത് ഞാൻ പാടിയ പാട്ടായതുകൊണ്ട് പറയുന്നതല്ല. എനിക്കിപ്പോൾ ഞാൻ വലിയ വലിയ താരങ്ങളോട് ഇപ്പോഴും ഗൾഫിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഇന്ത്യയിൽ തന്നെ മറ്റുള്ള നാടുകളിലായിക്കോട്ടെ പോകുമ്പോൾ ആ പാട്ട് ജനങ്ങളിൽ പാട്ട് മാത്രമല്ല ആൽബത്തിൽ കൂടി മില്യനും സജിയായിട്ട് ഞാനെന്ന കലാകാരനെ ജനങ്ങളിലേക്ക് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോഴെവിടെ പോയാലും എൻ്റെ കൂടെ സഹതാരങ്ങളൊക്കെ ഉണ്ടാവും, എന്നാൽ എന്നെ തിരിച്ചറിയും. അത് അന്യഭാഷക്കാരായാൽ പോലും വന്നിട്ട് ചോദിക്കും. താജിക്കാക്ക് ഒരു ഓഫർ വരികയാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലുണ്ടാവില്ല നമുക്ക് ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ അതേപോലത്തെ ഒരു കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ഭാഗ്യം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഒരു ആറാം തമ്പുരാൻ മോഡലൊരു പടം, അല്ലെങ്കിൽ ഒരു വാത്സല്യം മോഡലൊരു പടം, അതും അല്ലെങ്കിൽ ഒരു ചാന്തുപൊട്ട് ടൈപ്പ്, അങ്ങനെ കോമഡി ടൈപ്പ്, അങ്ങനെ 3 കാറ്റഗറിയിൽ വരുമ്പോൾ ഏതിനോടാണ് ഒരു താല്പര്യം കൂടുതൽ? അല്ല, ഞാനിപ്പോഴും ഈ ഇൻ്റർവ്യൂ കാണുന്നവർ ശരിക്ക് ഞാനെന്ന കലാകാരൻ്റെ വീക്ഷണം മനസ്സിലാക്കും. കാരണം ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടൻ നമ്മളിപ്പോൾ ഒരു വെള്ളം അതൊരു ഗ്ലാസ്സിൽ ഒഴിച്ചാൽ ആ ഗ്ലാസിൻ്റെ ഷേപ്പിൽ പോയി നിൽക്കും, നിലത്തൊഴിച്ചാൽ നിലത്തിൻ്റെ ഷേപ്പിൽ നിൽക്കും. ലാലേട്ടനൊരു എൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ് ഫ്ലെക്സിബിലിറ്റിയോ എന്താ, അതായത് അനായാസമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ദിലീപിനൊക്കെ ജീവിതത്തിൽ അഭിനയിക്കാൻ ഈ മമ്മൂക്കയും ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു വലിയ പാഠപുസ്തകം ഇവരതായിട്ടുള്ള പുതിയ തലമുറകൾക്ക് പാഠങ്ങളായിട്ടുണ്ട്. അവർ ചെയ്തു വെച്ചതും കാണിച്ചതൊക്കെ നോക്കി മറ്റൊരു രീതിയിൽ. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് ഞാൻ കാണുന്നത് മമ്മൂക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, ഒരു മിലിറ്ററി, ഒരു പട്ടാളക്കാരൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥ എന്നല്ലാതെ ഞാൻ സത്യത്തിൽ മമ്മൂക്കയാണ് മഹാനടൻ എന്ന് വിശ്വസിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചോദിച്ചു ആറാം തമ്പുരാൻ, അതുപോലെയുള്ള വേഷങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ലാലേട്ടൻ ആറാം തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ലാലേട്ടൻ്റെ ഇഷ്ടപ്പെട്ട പടം ആറാം തമ്പുരാനും ഇതാണ് താഴ്വാരമാണ്. അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. പക്ഷേ മമ്മൂക്കയുടെ ഒരു പടം ഇപ്പോൾ ഞാൻ പലപ്പോഴും ഇപ്പോൾ ഞാൻ ഇപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ എത്ര ശ്രമിച്ചാലും എൻ്റെ ഒരു വടകര സ്റ്റൈൽ വരും. ഇപ്പോൾ ഒരു തൃശ്ശൂർക്കാരൻ വടകരക്കാരൻ എൻ്റെ താഴങ്ങാടിക്കാരനാണെങ്കിൽ നീ എവിടെയാണ് പോകുന്നത് ഒരാളോട് ചോദിക്കുന്ന സ്റ്റൈൽ, നീ എവിടെയാണ് പോകുന്നത് ഇതാണ്. അത് കോഴിക്കോട് ഏതെങ്കിലും ഒരു ഏരിയയിലാണെങ്കിൽ അതേ ചോദ്യത്തിന് അവർ ഈ ചോദിക്കുന്ന സമയത്ത് മുഖത്തുള്ള എക്സ്പ്രഷൻ മാറും. ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ഒരാളാണ് നീ എങ്ങോട്ടൊക്കെ ഇങ്ങനെയുള്ളൊരു സംസാരം. അപ്പോൾ ഇതിനൊക്കെ ഓരോ നാടുകളിലും എൻ്റെ വടകര എവിടെയാണ് പോകുന്നത് ഇതായിരിക്കും എക്സ്പ്രഷൻ. അപ്പോൾ തൃശ്ശൂർ ഭാഷ നീ ഇങ്ങോട്ടൊക്കെ ഒരു സാധനം വരും. അപ്പോൾ ഈ ഒരു സംഭവം മമ്മൂക്ക ഒരു വടകര പ്രദേശത്തുള്ളൊരു കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു ചരിത്ര പുരുഷനായിട്ട് നമ്മുടെ വടക്കൻ വീരകഥ പോലെയുള്ള അതിലൊരു പ്രൊഫസറായാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയുള്ള ഒരു പോലീസ് ഓഫീസറായാലും ഈ സമയത്തൊക്കെ ഓരോ സ്റ്റൈല് ഓരോ ദേശത്തുള്ള ഭാഷ എടുക്കുമ്പോൾ വെറുതെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഡബ്ബിങ് ചെയ്യുന്ന പോലെ ആ കഥാപാത്രത്തിന് എന്തെങ്കിലും തരത്തിൽ വോയിസ് കൊടുത്ത് അഭിനയിക്കുന്ന നടൻ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ ഫ്രാഞ്ചേട്ടനിൽ ചില ഡൗട്ട് ചോദിക്കുന്ന സീൻ ചുണ്ടൊക്കെ ഇങ്ങനെ വെച്ച് അപ്പോൾ ഒരു കൾച്ചറിൽ ആ സംസാരത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ മാറാണ്. അത് തീർച്ചയായിട്ടും ഒരു കഥകളി നടനേക്കാളും മേലുള്ളൊരു വലിയൊരു കഴിവാണ്. അർത്ഥങ്ങളൊന്നും അറിയില്ലെങ്കിലും ചില കഥകളിയൊക്കെ കാണുമ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് വെറുതെ ചെയ്ത് നോക്കും. എന്തോ ഒരു കഴിവുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ ചില നമ്മൾ മമ്മൂക്കയുടെ ലാലേട്ടനും അതുപോലെ തന്നെയാണ്. ലോകത്തിലെ 10 നടന്മാരിൽ 2 പ്രധാനപ്പെട്ട നടന്മാരാണ് മമ്മൂക്കയും ലാലേട്ടൻ. പക്ഷേ എങ്കിൽ പോലും മമ്മൂക്ക എന്ന് പറയുന്നത് കാരണം ഒരു ലാലേട്ടൻ ഞാൻ എത്രയോ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഓൾറെഡി ഇങ്ങനെയുള്ള സാധനമാണ് ഫേസ്. അദ്ദേഹത്തിന് ദുഃഖം പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് നിന്നാൽ മതി. അത് അദ്ദേഹത്തിൻ്റെ ഷേപ്പിൽ അത് ഓൾറെഡി ഉണ്ട്. ഒന്ന് സാഡ് വേണം. മമ്മൂക്ക ഒരു വല്ലാത്ത തുടിപ്പും വല്ലാത്തൊരു ഗൗരവം അതിൽ ദുഃഖങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. തീർച്ചയായിട്ടും പ്രിയദർശൻ സാറ് പറഞ്ഞിട്ടുണ്ട് ലാലാണോ മമ്മൂക്കയാണോ നടൻ എന്ന് വെച്ചപ്പോൾ ലാൽ എന്ന് പറയുന്ന ജന്മനാലുള്ള ഒരു നടനോട് ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്ന മമ്മൂട്ടിയാണ് സാക്ഷാൽ നടൻ. അത് വലിയൊരു വാക്കാണത്. രണ്ടാളെയും ഈക്വലേഷൻ ചെയ്യുന്നതല്ല, പക്ഷേ ഫേസ് എക്സ്പ്രഷൻ ഒരുപാട് തലം നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മമ്മൂക്കയാണ് നടൻ.
ഒരു മോഹൻലാൽ ഫാൻ ഇല്ലല്ല. സംസാരിക്കുമ്പോൾ അത് അവരെ ഭാഗത്തും ചിന്തിക്കും. ഇല്ലല്ല, എനിക്ക് മമ്മൂക്ക ലാലേട്ടനൊക്കെ എനിക്ക് ഒരുപോലെയാണ്. എനിക്ക് ഞാൻ ഒരുപക്ഷെ മമ്മൂക്കാൻ്റെ പടത്തിനേക്കാളും കൂടുതൽ കമലദളം, ഇസനസ് അബ്ദുള്ള ഇതൊക്കെ ഞാൻ 13 ചിത്രം 13 തവണ ഇങ്ങനെ എല്ലാം ഒരു മമ്മൂക്കാനേക്കാളും പടം ഞാൻ കൂടുതൽ കണ്ട ലാലേട്ടൻ്റെ ആയിരിക്കാം. കാരണം പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് 3 കാറ്റഗറിയിൽ ഏത് ടൈപ്പ് പടമായിരിക്കും താജിക്കാക്കി അഭിനയിക്കാനുള്ള അവസരം വന്നു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്? ആറന്തമ്പുരാൻ, വാത്സല്യം, ചാന്തുകുട്ടി, 3 സംഭവങ്ങളാണ്, 3 സ്റ്റൈലുള്ള പടങ്ങളാണ്. എന്തായാലും ചാന്തുപൊട്ട് എന്ന് പറയുന്ന സംഗതി അത് കോമഡി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. കോമഡി ചെയ്യാൻ ബുദ്ധിമുട്ടെന്നൊക്കെ വെറുതെ പറയാം. അത് ബുദ്ധിമുട്ടുള്ളവർ പറയും കോമഡി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ തമാശയിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുന്ന ആൾക്കാർ. പക്ഷേ എനിക്കേറ്റവും ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ കുറേ നമ്മളെ പ്രായത്തിൽ അന്നത്തെ പ്രായത്തിൽ കുരുത്തക്കടൊക്കെ കളിച്ചുകൊണ്ട് നമുക്ക് ആറാം തമ്പുരാനൊക്കെ കാണുമ്പോഴുള്ളൊരു നമ്മളെ ചെറിയ കൊച്ചു കൊച്ചു ആറാം തമ്പുരാന്മാരായിരുന്നു ഞാനൊക്കെ എൻ്റെ നാട്ടിൽ. പക്ഷേ വാത്സല്യം എന്ന് പറയുന്ന സംഗതി അത് വേറെ ലെവലിൽ പോകുമ്പോൾ അത് അങ്ങനൊന്ന് അതിനകത്ത് ഒരൊറ്റ സീൻ മതി. ഇപ്പോൾ പറഞ്ഞില്ലേ സങ്കടം വരുമ്പോൾ സിനിമയുടെ ലാസ്റ്റ് സീനിലുണ്ടല്ലോ നമുക്കൻ്റെ ഒരു എക്സ്പ്രഷൻ, അനിയനെ നോക്കിയിട്ട് സിദ്ദിഖൻ പോണത് നോക്കിയിട്ട് അല്ല അതാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു ക്യാമറ നമ്മൾ സിനിമ കാണുമ്പോഴോ അല്ലെ ടി വി കാണുമ്പോൾ ആ സ്ക്രീന് നമ്മൾ ക്യാമറമാനാണ്, നമ്മൾ ആ ആക്ടർ ഈ സ്ക്രീന് നമ്മൾ ക്യാമറ ആയിട്ട് കരുതുമ്പോൾ പഠിച്ചോനെ ഈ ക്യാമറ ഫ്രെയിമാണല്ലോ ഈ സ്ക്രീന്. ടി വി ആയാലും സിനിമ തിയേറ്റർ ആയാലും അതിൻ്റെ മുമ്പ് നമ്മൾ സൗണ്ട് കുറക്കുക, പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റതൊക്കെ കുറച്ച് ഇവരെ എക്സ്പ്രഷൻ മാത്രം നമ്മളെ മനസ്സിൽ ഏതെങ്കിലും ഡയറക്ടർ ആക്ഷൻ പറയുന്ന ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന് അഭിനയം. അപ്പോൾ ലാലേട്ടൻ മമ്മൂട്ടിയൊക്കെ ആരാ? അവരൊന്നും എനിക്ക് തോന്നുന്നു ഓരോന്നിനും ഇപ്പോൾ ദാസേട്ടനെ പഠിച്ചതുപോലെ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ആസ്വദിക്കാനായിട്ട് നമുക്ക് പടച്ചു തന്ന 2 മഹാപ്രതിഭകൾ തന്നെ മമ്മൂക്കയും. അതേപോലെ ഈ താജിഖാന്റെ ഇന്റർവ്യൂ കമന്റൊക്കെ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് അധികം താജിഖാനെ മോഹൻലാലിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഇതുണ്ട്. മോഹൻലാലിന്റെ മുഖച്ഛായ ഉണ്ട്, മോഹൻലാലിന്റെ എന്നെ കുറച്ച് മുമ്പ് അങ്ങനെയൊക്കെ പറയുമ്പോൾ സന്തോഷം തോന്നാറുണ്ടോ? പിന്നെ സന്തോഷം തോന്നാറുണ്ടോന്ന് വെച്ചാൽ ഇങ്ങനെ കമന്റിലൂടെ അല്ലാതെ അല്ല, എന്നെ സിനിമാ നടൻ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ തന്നെ വിളിച്ചിട്ടുണ്ട്, ദിലാൽ എന്ന് വിളിച്ചിട്ടുണ്ട്, ദിലീപിൻ്റെ ലാലേട്ടൻ്റെയും എന്നെ ഒരു വേദി ദുബായിൽ നിന്ന് എന്നെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ദിലാൽ എന്ന് പറഞ്ഞിട്ട് വെറുതെ വിളിച്ച്. അതുപോലെ ഇതേപോലെ തന്നെ അസ്ലം ജി എന്ന് പറഞ്ഞ സിംഗർ വിളിച്ചിട്ടുണ്ട്. അതല്ല എനിക്കെന്നെ ഞാൻ അത്യാവശ്യം വരക്കുന്നതാണ്. എനിക്ക് ചില സമയത്ത് പണ്ട് ഒരു 5-8 കൊല്ലം മുമ്പ് ഞാൻ നല്ല തടി ഉണ്ടായിരുന്നു, 98 കിലോ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചില ആൽബത്തിലൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അനുകരിക്കുന്നതല്ല സത്യത്തിൽ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ്റെ, പിന്നെ ചില ആൾക്കാർ ദിലീപേട്ടൻ്റെ കാട്ടുന്നത്. പക്ഷേ എനിക്കതൊന്നുമല്ല. എനിക്ക് ലാലേട്ടൻ എന്ന് പറയുന്നത് മമ്മൂക്ക എന്ന് പറയുന്നത് ലാലേട്ടനുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഓ ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ കീർത്തി അക്രയുടെ 100ാം ദിവസത്തിൻ്റെ പരിപാടിക്ക് പോയിരുന്നു. പിന്നെ ഇടവേള ബാബുട്ടനും ഇവരൊക്കെയുള്ള കുറേ സദസ്സുകളിൽ ലാലേട്ടനെ കണ്ടിരുന്നു. മമ്മൂക്ക അതേ നമ്മളെ മെസ്സേജ് അയച്ചാലൊക്കെ ഇത്രയും ലോകത്തെ ഏറ്റവും തിരക്കുള്ള മലയാളിയാണ്. ആ പാവം ആ വലിയൊരു താരം റിപ്ലൈ ഒക്കെ തരും. ഇതൊക്കെ ഞാൻ എൻ്റെ സന്തോഷം പറയാണ്, ഒരു ജാടായിട്ട് പറയുന്നില്ല. അത്രയും ചെറിയ മേഖലകളിലുള്ള അത്രയും ചെറിയ ആർട്ടിസ്റ്റുകളെപ്പോലും ഇവരൊക്കെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യില്ല. നമ്മൾ ഒരു മെസ്സേജ് അയച്ചാൽ തിരിച്ചയക്കാന്ന് പറഞ്ഞു. ലാലേട്ടനോടുള്ള ഇഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ ഈ കവിയൂർ പൊന്നമ്മയും ലാലേട്ടനും അമ്മയും മകനായിട്ടുള്ള ചില പടങ്ങളുണ്ടല്ലോ, നമുക്കൊക്കെ എൻ്റെയൊക്കെ ചെറിയ വയസ്സിലെ ഒരുപക്ഷെ ഉമ്മ നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം വല്ലാതെ ചേർന്ന് കെട്ടിപ്പിടിച്ചു അമ്മയുടെ മടിയിൽ കിടന്നിട്ട്. അത് ചെറിയ അമൂൽ ബേബിയോളം അല്ലെങ്കിൽ ചെറിയ ഒരു 5-6 വയസ്സുള്ള കുഞ്ഞായി മാറും ലാലേട്ടൻ. പക്ഷേ ഈ തനിയാവർത്തന അടക്കമുള്ള ചില സിനിമകളിൽ അതുപോലെ മറ്റുള്ള സിനിമകളിൽ മമ്മൂക്ക ഈ ലാലേട്ടൻ്റെ ഈ ഒരു ചലനങ്ങളിലല്ലാതെ അതിനേക്കാളും ചെറിയ കുഞ്ഞായിട്ട് മാറുന്ന ചില മുഹൂർത്തങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അല്ല സ്റ്റൈലിൻ്റെ അല്ല, ഒരു നടൻ്റെ അഭിനയ സ്റ്റൈലാണ് പറയുന്നത്. അല്ല അതാണ് ഞാൻ രണ്ടാളെ പറയുന്നത്. ലാലേട്ടൻ നമുക്ക് കാണിക്കാനും ഒരുപാട് മൂമെൻറ്റ്സ് കിടന്ന് മടി കിടന്ന് ഇങ്ങനെയുള്ള ഒരുപാട് സീനുകളുണ്ടാവും. അപ്പോൾ ചില ചെറിയ മുഹൂർത്തങ്ങളിൽ കൂടി ഇതിൻ്റെയൊക്കെ മേലെ എത്തുന്ന തരത്തിൽ ചെറിയ കുഞ്ഞായിട്ട് അമ്മേനെ മാറത്തോ അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്ത് അമ്മ പിടിക്കുന്ന തരത്തിൽ അതാണ് നമ്മൾ വിചാരിക്കാത്ത ചില ആഴക്കടലോളം ആഴമുള്ള
ചില ടെക്നിക്കൽ ആക്ടിങ് പവർ, രണ്ടും നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചാന്ദിനി എന്ന ഡയറക്ടർക്ക് മനസ്സിൽ തോന്നുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ഇത് രണ്ടാണ്, ഒരു നാണയത്തിൻ്റെ അപ്പുറം ഇപ്പുറം തന്നെയാണ്. വെറും പണത്തിന് വേണ്ടി വേണമെങ്കിൽ അദ്ദേഹത്തിനൊക്കെ ഇനി എന്തിനും അഭിനയിക്കണോ? അപ്പോൾ അവരുടെ ഡെഡിക്കേഷൻ, അത് എന്നെപ്പോലെയുള്ള കൊച്ചു കലാകാരന്മാരൊക്കെ അത് മനസ്സിലാക്കണം. ഒരു നല്ലൊരു പാട്ട് കുറേ നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ബോറടി വേണ്ട. ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്താ പറയണ്ടേ, ഞാൻ എന്തായാലും എനിക്കിഷ്ടമുള്ളൊരു പാട്ട് പാടാം. പ്രാണസഖി ഞാൻ വേറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണുതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ പൊന്തിവരും സങ്കൽപ്പത്തിൻ പൊന്നശോകമലർവനിൽ, ചന്തമേഴും ചന്ദ്രികതൻ ചന്ദന മണിമന്ദിരത്തിൽ, സുന്ദര വസന്തരാവിൽ ഇന്ദ്രനീലമണ്ഡപത്തിൽ, എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ. എന്തായാലും ഈ ഓണക്കാലത്ത് താജിഖാനെ കാണാനും ഇങ്ങനൊരു കുറച്ച് സമയം താജിഖാൻ്റെ കൂടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇമ്പായിക്കാട് ഒരു പാട്ട് താജിക്ക പാടിത്തരണുണ്ട്. എന്തായാലും പാടാം, കാരണം എനിക്കൊരുപാട് ഇഷ്ടമുള്ള എന്തായാലും ഇമ്പായിക്കാട് എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടാം. അനുരാഗിണി നിൻ സുന്ദരരൂപം സ്വപ്നമാം വീണയിൽ സ്വരമുണർത്തി, പെൺകൊടി നീയൻ മൺകുടിലിനുള്ളിൽ തങ്കനിലാവൊളി കൊളുത്തി വച്ചു, സുനയനേ സുമുഖി സുമവദനേ സഖി. പോരെ, സത്യത്തിൽ രാവിലെ ആയതുകൊണ്ടാണ് ശബ്ദമൊന്നും ശരിയില്ല, ഉറങ്ങിയിട്ടില്ല. അപ്പോൾ താജിക്ക, നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ നമുക്കിവിടെ അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ആദി ഫിലിംസിലൂടെ നമുക്കിനി മറ്റൊരു അതിഥിയുമായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ഷോർട്ട് ഫിലിം കൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഓണാശംസകൾ നേരുകയാണ്. അതിലേറെ സ്നേഹപൂർവ്വം അതിലേറെ ബഹുമാനപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്നും നന്മകൾ ഉണ്ടാവട്ടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വന്തം